നോക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യമാണ്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: വൺ ഓഫ് മൈ ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? വൺ ഓഫ് മൈ ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. ഓപ്ഷനില് ടാളർ ഉണ്ട്, ടാളസ്റ്റ് ഉണ്ട്, ടാൾ ഉണ്ട്, ടാളർ ദാൻ ഉണ്ട്. അപ്പൊ കുട്ടികളെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ദ ടു എന്ന പ്രയോഗം വരുന്ന സെന്റൻസുകളില് ഓർമ്മയിലിരിക്കുക. ഓഫ് ദ ടു എന്ന പ്രയോഗം വരുന്ന സെന്റൻസുകളില് ഓഫ് ദ ടു എന്ന പ്രയോഗം വരുന്ന സെന്റൻസുകളില് എന്തായിരിക്കും ഉത്തരം? ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. നോക്കിയേ, ചോദ്യത്തില് നമുക്ക് ഓഫ് ദ ടു എന്ന് കിടപ്പുണ്ട്. ചോദ്യത്തില് ഓഫ് ഓഫ് ടു അല്ലെങ്കിൽ ഓഫ് ദ ടു വന്നിട്ടുണ്ട്. ഓഫ് ദ ടു അല്ലെങ്കിൽ ഓഫ് ടു വരുന്ന സെന്റൻസുകളില് ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വന്നു. ദ നമുക്ക് അവിടെ ഓപ്ഷന് മുന്നിലായിട്ട് ദ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം ഏതായിരുന്നു? കമ്പാരറ്റീവ് ഡിഗ്രി എഴുതുക. കമ്പാരറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ER അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? കമ്പാരറ്റീവ് ഡിഗ്രി ആണെന്ന് പറയാം. അങ്ങനെ വരുന്ന വാക്ക് ഏതാണ്? എ ഓപ്ഷൻ ആയിട്ടുള്ള ഏത് വരുന്നു? എ ഓപ്ഷൻ ആയിട്ടുള്ള ടാളർ ഉത്തരമായിട്ട് വരുന്നു. എ ഓപ്ഷൻ ടാളർ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഓർമ്മയിലിരിക്കേണ്ട കാര്യം ഓഫ് ദ ടു അല്ലെങ്കിൽ ഓഫ് ടു വരുന്ന സെന്റൻസുകളില് ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യമാണ്: ഡാഷ് നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഡാഷ് നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ സാധാരണ ഓർമ്മയിലിരിക്കേണ്ട കാര്യം നോവൽ എന്ന് പറയുന്ന വാക്കിന് മുന്നില് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആർട്ടിക്കിള് എ ആണ് ഉപയോഗിക്കുന്നത്. എ നോവൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദ എന്ന ആർട്ടിക്കിള് ചേർത്ത് പറയണം. ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? എടുത്തു പറഞ്ഞാൽ എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിള് ഉപയോഗിച്ച് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഏത് ഉത്തരം വരുന്നൂടെ? അവിടെ ദ നോവൽ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ആയിട്ടുള്ള ദ നോവല് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ദ ചേർത്ത് പറയാം. ദ നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അടുത്ത ചോദ്യം നോക്കിയേ, മൂന്നാമത്തെ ചോദ്യം: ഡാഷ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ. ഡാഷ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ. ബോറോ എന്ന വാക്കിന്റെ അർത്ഥം കടം വാങ്ങുക എന്നാണ് കേട്ടോ. ബോറോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കടം വാങ്ങുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ബോറോവേഴ്സ്, മണി ലെൻഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ നോക്ക്, ഡിഡ് ഓപ്ഷനിലുണ്ട്, ഡസ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ക്യാൻ ഉണ്ട്, വുഡ് ഉണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് സെന്റൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ക്വസ്റ്റ്യൻ ടൈപ്പ് സെന്റൻസ് ആണെന്ന് പറയാം. ഇനി നോക്കിയേ, തന്നിരിക്കുന്നത് ചോദ്യം ഓക്സിലറി വെർബുകളിൽ തുടങ്ങുന്ന സെന്റൻസുകൾ. ഓക്സിലറി വെർബിൽ തുടങ്ങി എന്തില് നമ്മളെ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയാം. ഇനി നോക്ക്, ഡിഡ് ഓക്സിലറി ആണ്, ഡസ് ഓക്സിലറി ആണ്, അതുപോലെ ക്യാൻ ഓക്സിലറി ആണ്, വുഡും ഓക്സിലറി ആണ്. ഇത് മൂന്നും വരാം. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? നമുക്ക് യെസ്റ്റർഡേ എന്ന വാക്കാണ് നമുക്ക് പ്രധാനപ്പെട്ട വാക്ക്. യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്, അല്ലെങ്കിൽ സെന്റൻസിൽ വരുന്ന വാക്കാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏതൊക്കെ ഓക്സിലറി? സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഓക്സിലറി എന്ന് പറയുന്നത് ഡിഡ് ആണ്. ഡിഡ് ആണ് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഡിഡ് പ്ലസ് V1 ആണ് സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ്, അല്ലെങ്കിൽ V2. ഡിഡ് പ്ലസ് V1 അല്ലെങ്കിൽ V2 ഉത്തരമായിട്ട് വരണം. നമുക്ക് അവിടെ ഡിഡ് ഓക്സിലറിയിലുണ്ട്. അപ്പൊ നമുക്ക് ഏതോ ഓപ്ഷൻ എടുക്കാം? ഓപ്ഷൻ എ ഉത്തരമായിട്ട് എടുക്കാം. ഓപ്ഷൻ എ ആയിട്ടുള്ള ഡിഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ ആയിട്ടുള്ള ഡിഡ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, എന്ത് ചെയ്യും? ഐ ആം നോട്ട് ലേറ്റ്. ഒരു ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? സബ്ജക്ട് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് സബ്ജക്ട് ആയി തന്നിട്ടുണ്ട്. അവിടെ ഏതാണ് എന്ത് ചെയ്യുന്നത് നോക്കുക. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എങ്ങനെ മനസ്സിലാക്കാം? നോ, നോട്ട്, നണ്ണൊക്കെ വരുന്ന സെന്റൻസ് എല്ലാം നെഗറ്റീവ് ആണ്. നോ, നോട്ട്, നണ്ണ്, നത്തിങ്, അതുപോലെ നെവർ,
നോ വൺ, നെയ്തർ, സെൽഡം, റയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇതൊക്കെ വരുന്ന സെന്റൻസുകളെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് സെന്റൻസിന്റെ ഓൺ ദി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉത്തരമായിട്ട് വരണം. നോക്കുക, അവിടെ സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, നമ്മൾ ഇനി ഓക്സിലറിയും കൂടെ കണ്ടെത്തിയാൽ മതി. എന്ത് ചെയ്യുന്നു? ഓക്സിലറി ഏതാണെന്ന് നോക്കുക. ഇവിടെ ഓക്സിലറി ആയിട്ട് വന്നിരിക്കുന്നത് ആമാണ്. ആം അതേപോലെ എടുത്തെഴുതുക. സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഉത്തരം ഏത് വരുന്നു? ഡി ഓപ്ഷൻ ആയിട്ടുള്ള ആം നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഡി ഓപ്ഷൻ ആയിട്ടുള്ള ആം ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ഡി ഓപ്ഷൻ ആയിട്ടുള്ള ആം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ എന്ത് മാറ്റം വരുന്നു കുട്ടികളെ? ആറിന്റ് വരുന്നു. ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ ആറിന്റ് എന്ത് ചെയ്യുന്നു? അത് നെഗറ്റീവ് ടാഗ് എഴുതുന്ന സമയത്ത് മാത്രമേ ആറിന്റ് ചേർത്ത് എഴുതാവൂ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഹാവ് യു ഡാഷ് മണി ഓൺ യു? ഹാവ് യു ഡാഷ് മണി ഓൺ യു? ഷുവർ ഉണ്ട്, എനി ഉണ്ട്, സച്ച് ഉണ്ട്, ദെയർ ഉണ്ട്. ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ളത്? ഷുവർ ഉറപ്പ്, എനി എന്തെങ്കിലും ഏതെങ്കിലും എന്ന അർത്ഥത്തില്, സച്ച്, പിന്നെ ദെയർ. ഇപ്പൊ ഏത് ഉത്തരം വരുന്നു? ഇവിടെ വേറെ നമുക്ക് ഓപ്ഷൻ നോക്കണ്ട, എനി മണി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആ സെന്റൻസിന് ഉചിതമായിട്ടുള്ളത് എനി എന്ന വാക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എനി അവിടെ ഉത്തരമായിട്ട് എനി മണി, നിന്റെ എന്തെങ്കിലും എന്ന അർത്ഥത്തില് എനി മണി എന്നർത്ഥം, അല്ലെങ്കിൽ എനി അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. When I arrived at the school, the bell dash rang, ring, had rung, അതുപോലെ ringing. ഏത് ഉത്തരം വരും നോക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തില് എന്ത് ചെയ്യുന്നുണ്ട്? V2 സെന്റൻസിന്റെ ഒരു ഭാഗത്ത് V2 വന്നാൽ അതിന്റെ മറുഭാഗത്ത് ഉത്തരമായിട്ട് ഹാഡ് പ്ലസ് V3 ഉത്തരമായിട്ട് വരാം. എന്ത് വരാം? ഹാഡ് പ്ലസ് V3 ഉത്തരമായിട്ട് വരാം. ഇപ്പൊ സെന്റൻസിന്റെ ഒരു ഭാഗത്ത് V2 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഹാഡ് പ്ലസ് V3 വരാം. അതായത് എന്ത് ചെയ്യുന്നു? സെന്റൻസിന്റെ ഒരു ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മറുഭാഗത്ത് എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് വരണം. ഫസ്റ്റ് ആക്ഷൻ സെക്കൻഡ് ആക്ഷൻ മെത്തേഡിലാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റ് വരണം. ഫസ്റ്റ് ആക്ഷൻ സെക്കൻഡ് ആക്ഷൻ മെത്തേഡിലാണ് നമ്മൾ പറയേണ്ടത്. ആദ്യം രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസ്, രണ്ട് സമയങ്ങളിൽ നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസില് അതിൽ ആദ്യം നടന്ന പ്രവൃത്തി ഫസ്റ്റ് ആക്ഷൻ എപ്പോഴും എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റും. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ആക്ഷൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റുമായിരിക്കും. ഓർമ്മയിലിരിക്കുക, അതിൽ ആദ്യം നടന്ന പ്രവൃത്തി ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റും സെക്കൻഡ് ആക്ഷൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റും ആയിരിക്കും. നമ്മൾ അങ്ങനെ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഭാഗം V2 ആണെങ്കിൽ മറുഭാഗത്ത് ഹാഡ് പ്ലസ് V3 വരും. അത് ഓർമ്മയിലിരുന്നാലും മതി. നമുക്ക് ഇവിടെ അറൈവ്ഡ് എന്ന് പറയുന്നത് V2 ആണ്. അതുകൊണ്ട് മറുഭാഗത്ത് ഏത് വരാം? ഹാഡ് പ്ലസ് V3 വരാം. ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാണ് കുട്ടികളെ? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് വരുന്നത് ഹാഡ് റങ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. If it rains, we dash the game. If it rains, we dash the game. If clauseമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം if clause വളരെ പ്രധാനപ്പെട്ടതാണ്. if വരുന്ന ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബോ അല്ലെങ്കിൽ ഏതൊക്കെ വരാം? ഡു വരാം, അതുപോലെ ഡസ് വരാം, അതുപോലെ ഈസ് വരാം, അതുപോലെ ആം വരാം, അതുപോലെ ആറ് വരാം, അതുപോലെ ഹാസ്, അതുപോലെ ഹാവ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഫ് വരുന്ന ഭാഗത്ത് വന്നിട്ടുണ്ടാന്ന് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഉത്തരമായിട്ട് ഏതൊക്കെ വരാം? വില്ല്, അതുപോലെ ഷാള്, ക്യാന്, അതുപോലെ മെയിൻ. ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 എസിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ്, ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്. ഇതിൽ ഏതെങ്കിലും ഓക്സിലറി വന്നു കഴിഞ്ഞാൽ
മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. ഇവിടെ നോക്കിയാണ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ റെയിൻസ് എന്ന് പറയുന്നത് എസ്സിൽ അവസാനിക്കുന്ന വെർബാണ് അല്ലേ, സിമ്പിൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മറുഭാഗത്ത് ഏത് വരാം, വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്, ഷുഡ് വരില്ല, ഏത് വരുന്നു, ഷാൾ, ബി ഓപ്ഷൻ ആയിട്ടുള്ള ഷാൾ പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. ഷാൾ പ്ലസ് V1, ഷാൾ പോസ്റ്റ് പോൺ അവിടെ ഉത്തരമായിട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഹാഡ് എ പാഷൻ ഡാഷ് ഡാൻസ്. ഷീ ഹാഡ് എ പാഷൻ ഡാഷ് ഡാൻസ്. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പാഷൻ ആണ്. പാഷൻ, പേ, പിറ്റി, മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്, പാഷൻ, പേ, പിറ്റി. ഈ മൂന്ന് വാക്കുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്നത് ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണ്, ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്. പാഷൻ, പേ, പിറ്റി, ഏതൊക്കെ വാക്കുകള്, പാഷൻ, അതുപോലെ പേ, അതേപോലെ പിറ്റി. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഏത് ഉത്തരം വരണം, തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും തുടർന്ന് വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഫോർ ആയിരിക്കും. പാഷൻ, പേ, പിറ്റി ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് വരണം, തുടർന്ന് വരുന്നത് ഫോർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു, ഫോർ എന്നത് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. മൈ മദർ ആസ്ക്ഡ് മീ ഡാഷ് ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക്. നോക്കൂ, ക്വസ്റ്റ്യൻ ടാഗുമായി റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷനിലെല്ലാം ഇന്ററോഗേറ്റീവ് വേർഡ് ആണ്. നമ്മൾ ഇനി അർത്ഥം നോക്കി അങ്ങ് എഴുതിയാൽ മാത്രം മതി. ഏത് വേണം നമുക്ക് ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ വേർഡ് ഏത് വേണം എഴുതാം, പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അർത്ഥം നോക്കി അങ്ങ് എഴുതുക. നമുക്ക് ചോദ്യത്തിൽ എങ്ങനെയാണ് ആക്കുന്നത്, ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക്. അമ്മ എന്നോട് ചോദിച്ചു വൈ, എന്തുകൊണ്ടാണ് നീ ആ ജോലി ഫിനിഷ് ചെയ്യാത്തത്. അപ്പൊ എന്തുകൊണ്ടെന്ന അർത്ഥത്തിൽ എന്തോന്ന് വരുന്നൂടെ, വൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു, ഡി ഓപ്ഷൻ ആയിട്ട് വരുന്നു. ഹൗ, എങ്ങനെ നീ ജോലി ഫിനിഷ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റൂല. വെൻ, എപ്പോൾ നീ ജോലി ഫിനിഷ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റൂല. വേർ, എവിടെ നീ ജോലി ഫിനിഷ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് വൈ മാത്രമേ ഉത്തരമായിട്ട് വരുള്ളൂ. അവിടെ വൈ ഉത്തരമായിട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൽ വൺ വേർഡ്, കറക്റ്റ് ആയിട്ടുള്ള വൺ വേർഡ് എഴുതുകയാണ്. ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് മണി വേസ്റ്റ്ഫുള്ളി. ചുമ്മാ പൈസ ചെലവാക്കുന്നതിന് പറയുന്ന പേര് ഏതാണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള എക്സ്ട്രാവാഗൻസ്, ധൂർത്ത് കാണിക്കുക എന്ന അർത്ഥത്തില് ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ധൂർത്ത് എന്ന അർത്ഥത്തില് എക്സ്ട്രാവാഗൻസ് എന്നത് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. അംബ്രല്ല, ദ അംബ്രല്ല ഈസ് ഡാഷ്. ദ അംബ്രല്ല ഈസ് ഡാഷ്. ഏതാണ് ഉത്തരം, യുവർ ഉണ്ട്, മൈ ഉണ്ട്, യുവേഴ്സ് ഉണ്ട്, ദം ഉണ്ട്. ഏത് ഉത്തരം വരുന്നു, യുവേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. യുവേഴ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള യുവേഴ്സ് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് മൈ, അവർ, യുവർ, യുവേഴ്സ്, മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ. അവിടെ യുവേഴ്സ് ആണ് ദ അംബ്രല്ല ഈസ് യുവേഴ്സ്, അല്ലെങ്കിൽ ഈസ് യുവേഴ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. യുവേഴ്സ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. യുവേഴ്സ് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. പൊസസീവ് പ്രൊനൗണുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പൊസസീവ് പ്രോനൗണുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈ, അവർ, മൈൻ, അവേഴ്സ്, യുവേഴ്സ്. അവിടെ പൊസസീവ് പ്രൊനൗൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. യുവേഴ്സ് എന്ന് പറയുന്നത് പൊസസീവ് പ്രൊനൗൺ ആണ്. പൊസസീവ് പ്രൊനൗൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈ, മൈൻ, MINE, മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹെർസ്, ഇറ്റ്സ്, ദയേഴ്സ്. ഇനി പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ. ഇവ പൊസസീവ് അഡ്ജക്റ്റീവ്സും. പൊസസീവ് പ്രൊനൗണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹെർസ്, ഇറ്റ്സ്, ദയേഴ്സ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് പൊസസീവ് പ്രൊനൗൺ ആണ് കേട്ടോ. പൊസസീവ് പ്രൊനൗൺ ആയിട്ടുള്ള യുവേഴ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. ദ ഓപ്പോസിറ്റ് ഓഫ് ബോറോ. നമ്മൾ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ ബോറോ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. ബോറോ പൈസ കടം വാങ്ങുക. അപ്പൊ പൈസ കടം കൊടുക്കുക എന്നതിന്റെ അർത്ഥം വരുന്നത് ഏതാണ്ട് മണി ലെൻഡേഴ്സ്, മണി ബോറോവേഴ്സ്. ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, മണി ലെൻഡേഴ്സ്, മണി ബോറോവേഴ്സ്. അപ്പൊ നമുക്ക് ബോറോ എന്ന് പറഞ്ഞാൽ കടം കൊള്ളുക എന്നാണ്. ഇപ്പൊ ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക അല്ലെങ്കിൽ കൊടുക്കുക എന്നാണ്. ഇപ്പൊ ലെൻഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്പോസിറ്റ് വാക്കാണ്, ആന്റോണിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ലെൻഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ.
സിനോണിം ഫോർ ദ പ്രോമിനൻസ്. പ്രോമിനൻസ് മീൻസ് എന്ത് ചെയ്യുന്നൂടെ, വളരെ പ്രധാനപ്പെട്ടത് എന്നാണ് അർത്ഥം. പ്രോമിനൻസ് എന്ത് ചെയ്യുന്നൂടെ. അപ്പൊ അങ്ങനെ ആയിട്ട് വരുമ്പം ഉത്തരമായിട്ട് വരുന്ന ഏതാണ്ട് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഇമ്പോർട്ടൻസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം. ഡാഷ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം. അവിടെ നമുക്ക് പ്ലേ ഉണ്ട്, പ്ലേഡ് ഉണ്ട്, പ്ലേയിങ് ഉണ്ട്, പ്ലേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓർമ്മയിൽ ഇരിക്കേണ്ട കാര്യം ING തുടങ്ങുന്ന വാക്കുകള് ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് അത് ഒരു ജെറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോണം. ജെറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോണം. ING വരുന്ന വാക്കിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട്. ഇവിടെ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? പ്ലേയിങ് ആണ്. സാധാരണ സെന്റൻസിന്റെ മുന്നിൽ ഡാഷ് ഒക്കെ തന്നിട്ട് ING വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉത്തരമായിട്ട് വരും. ജെറണ്ട് ആണ്. പ്ലേയിങ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം അവിടെ ഉത്തരമായിട്ട് വരുന്നു. അതായത് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. താഴെ തന്നിരിക്കുന്ന ഈ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ്. ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് ആണ്. ഏതാണ് ഓപ്ഷൻ? പ്രീവിയസ് ചോദ്യവും മുമ്പേ ചോദിക്കുന്ന ചോദ്യമാണ്. ന്യൂമോണിയ പി എന്ത് ചെയ്യുന്നത്? എ ഓപ്ഷൻ ആണ്. PNEUMONIA. ഓർമ്മയിലിരിക്കുക. PNEUMONIA. ന്യൂമോണിയ എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം എന്ത് ചെയ്യുന്നത്? ദേ നെഗ്ലക്റ്റഡ്. നെഗ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നു. ദ ടീച്ചേഴ്സ് ഡാഷ്. നോക്ക് അഡ്വൈസ് നോക്ക് അഡ്വൈസ് ആണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. പ്രത്യേകം പഠിക്കേണ്ട കാര്യം അഡ്വൈസ് ADVICE അഡ്വൈസും ഉണ്ട്, അതുപോലെ ADVISE അഡ്വൈസും ഉണ്ട്. പ്രത്യേകത ഓർമ്മയിലിരിക്കാം. ഈ എസ് ഓർമ്മയിലിരുന്നാൽ മതി കുട്ടികളെ. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് ഓർക്കുക. എന്ന് ഓർക്കുക. അപ്പൊ സ്റ്റുഡൻസിനെ നമ്മൾ ഉപദേശിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഉപദേശിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് കേട്ടോ. അതൊരു വെർബാണ്. ഉപദേശിക്കുക ഇതൊരു വെർബാണ്. എന്നാ അഡ്വൈസ് അഡ്വൈസ് പറഞ്ഞാൽ ഉപദേശം എന്നാണ് കേട്ടോ. ഉപദേശം ഇതൊരു നൗൺ ആണ്. ഓർമ്മയിലിരിക്കുക. അപ്പൊ നമുക്ക് ടീച്ചറിന്റെ ഉപദേശങ്ങൾ കുട്ടികൾ നെഗ്ലക്ട് ചെയ്തു. ഉപദേശം എന്ന അർത്ഥത്തില് ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് വരുന്നത് സി ഓപ്ഷൻ. അഡ്വൈസ് ഉപദേശം നൗൺ ഫോമിലാണ് വന്നിരിക്കുന്നത്. ഉപദേശം എന്ന അർത്ഥത്തിൽ സി ഓപ്ഷൻ വരുന്നു. അടുത്ത ചോദ്യം ഡ്യൂക്സ് എന്നതിന്റെ വൈഫ്. ഡ്യൂക്ക് എന്ന അതിന്റെ വൈഫ് ഫീമെയിൽ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂക്കിൻ്റെത് ഡച്ചസ് ആണ്. എ ഓപ്ഷൻ ആയിട്ടുള്ള ഡച്ചസ് ഉത്തരമായിട്ട് വരുന്നു. ഡ്യൂക്ക് പ്രഭു, ഡച്ചസ് പ്രഭുവിന്റെ ഭാര്യ എന്ന അർത്ഥത്തില് എന്ത് ചെയ്യുന്നുണ്ട്? ഡച്ചസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അടുത്തത് ഐ കനോട്ട് ഡാഷ് വാട്ട് ഹി ഈസ് സേയിങ്. നമുക്ക് ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ഫ്രൈസൽ വെർബ് എന്നറിയാം. ഒരു മെയിൻ വെർബിനോടൊപ്പം പ്രിപ്പോസിഷൻ ചേരുമ്പോൾ ഉണ്ടാവുന്ന രൂപമാറ്റങ്ങളാണ് ഫ്രൈസൽ വെർബ്. ടോപ്പിക് ആണ്. മേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ബിലീവ്. ഇത് ചെയ്യുന്നൂടെ. അതേപോലെ മേക്ക് ഇൻ മീൻസ് ബിലീവ്. അതേപോലെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോണ്. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. പുട്ട് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഐ കനോട്ട് വാട്ട് ഹി ഈസ് സേയിങ്. അവൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേക്ക് ഔട്ട് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ആശയം വെച്ചിട്ട് നമുക്ക് ഏതായിരുന്നു? മേക്ക് ഔട്ട്. സി ഓപ്ഷൻ ആയിട്ടുള്ള മേക്ക് ഔട്ട് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. either the students or their teacher dash come. either the students or their teacher dash come. നമുക്ക് പഠിക്കേണ്ട കാര്യം ഇതാണ്. either or ഏതൊക്കെ വാക്കുകള്? either or അതുപോലെ neither nor അതുപോലെ or അതുപോലെ not only but also കുട്ടികളെ ഈ വാക്കുകൾ ഏതെങ്കിലും കഴിഞ്ഞാൽ ഈ വാക്കുകൾ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റ് സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതുക. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഉത്തരം പ്ലൂറല്, സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ ആണ്. അപ്പൊ നമുക്ക് ഏത് എഴുതാം? നമുക്ക് സെക്കൻഡ് സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് സബ്ജക്റ്റ് നമുക്ക് either or വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതേപോലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. സെക്കൻഡ് സബ്ജക്റ്റ് ടീച്ചർ ആണ്.
ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, സിംഗുലാർ ആയതുകൊണ്ട് ഉത്തരം സിംഗുലാർ. അത് നോക്കാം, ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഹാസ് സിംഗുലാർ ആണ്, ഉത്തരം വരാം. ഹാസ് ബീൻ ആണ്, അവിടെ ഉത്തരം വരാം. ഹാവ് പ്ലൂറൽ ആണ്, വരില്ല. ഹാസ് സിംഗുലാർ വരാം. ഹാഡ് ബീനും ഇത് ചെയ്യുന്നത് സിംഗുലാർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാം, വരാം. ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന്, ഇതിൽ മൂന്നിൽ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വെർബ് നോക്കുക. വെർബ് എന്ന് പറയുന്നത് കം ആണ്, കം എന്ന് പറയുന്നത് V1 ആണ്. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ കഴിഞ്ഞാൽ എപ്പോഴും ING ആണ് വരുന്നത്. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ കഴിഞ്ഞാൽ ING ആണ് വരുന്നത്. അതുകൊണ്ട് അത് രണ്ട് നമുക്ക് വെട്ടിക്കളയാം. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നൂടെ? ഹാസ്. ഹാസ് ഹാവ് ഇത് ചെയ്യുന്നൂടെ ഹാഡ് കഴിഞ്ഞാൽ വെർബ്, ഈ കം എന്ന് പറയുന്ന വെർബ് V1 ആണ്, അതുപോലെ തന്നെ V3 ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. V1 ആയിട്ട് ഉപയോഗിക്കാം, V3 ആയിട്ട് ഉപയോഗിക്കാം. കമ്മിന്റെ മൂന്ന് രൂപങ്ങൾ ഏതൊക്കെയുണ്ടായി? കമ്മ്, അതുപോലെ കെയിം, അതുപോലെ കമ്മ്. മൂന്നാമത്തെ രൂപം കമ്മിനാണ്, അതുകൊണ്ട് V3 ആണ്. അതുകൊണ്ട് എന്താ വരുന്നു? ഹാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹാസ് ഉത്തരമായിട്ട് വരുന്നു. എന്ത് ചെയ്യുന്നു? വരുന്നു. അടുത്ത ലാസ്റ്റ് ചോദ്യം നോക്കിയേ, 20ാമത്തെ ചോദ്യം. The criticism of other religions dash hatred and to violence among Indians. ഇപ്പൊ ക്രിറ്റിസിസം എന്ന് മീൻസ് വിമർശനം. മറ്റ് മതങ്ങളെ വിമർശിക്കുന്നത് വെറുപ്പും വൈരാഗ്യ ബുദ്ധിയും ആൾക്കാർക്ക് അല്ലെങ്കിൽ വയലൻസും ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഉണ്ടാക്കാറുണ്ട്. അത് അതിനെ നമ്മൾ കൂട്ടും, അത് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ കൂട്ടും. ഒരു ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്ന ഫാൻ ദ ഫ്ലെയിം ആണ്. ഫാൻ ദ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ടു വേഴ്സൺ ദ സിറ്റുവേഷൻ, സിറ്റുവേഷൻസ് മോശമാക്കുക എന്നാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം തീ ആളിക്കത്തുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്ത് ചെയ്യും? തീപ്പൊരിയില് കാറ്റടിച്ചാൽ ആളിക്കത്തും എന്ന് പറയില്ല, അത് തന്നെയാണ്. ഫാൻ ദ ഫ്ലെയിം മീൻസ് ടു വേഴ്സൺ ദ സിറ്റുവേഷൻ, ടു വേഴ്സൺ ദ സിറ്റുവേഷൻ, ബാഡ് അല്ലെങ്കിൽ മോശമാക്കുക. അതുപോലെ മറ്റൊന്നാണ് ആഡ് ഫ്യൂൽ ടു ഫയർ എന്ന് പറഞ്ഞാൽ, ആഡ് ഫ്യൂൽ എന്ത് ചെയ്യുന്നൂടെ, ആഡ് ഫ്യൂൽ ടു ഫയർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അർത്ഥം? എന്ത് ചെയ്യുന്നൂടെ? ഫയർ. എന്ത് ചെയ്യുന്നൂടെ? FIR എന്ത് ചെയ്യുന്നൂടെ? ഫയർ എന്ന് പറഞ്ഞാലും ടു വേഴ്സൺ ദ സിറ്റുവേഷൻ ആണ്. ആഡ് ഫ്യൂൽ ടു ഫയർ എന്ന് പറഞ്ഞാലും ടു വേഴ്സൺ ദ സിറ്റുവേഷൻ. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് D ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു പ്രീവിയസ് ചോദ്യമാണ് നമ്മൾ നോക്കിയത്. തന്നിരിക്കുന്നതിൽ പ്രീവിയസ് ചോദ്യമാണ് നോക്കിയത്. 20 ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനുമായിട്ട് നോക്കിയത്. ഓക്കെ, താങ്ക് യു.